പരമഗുരവേ നമഃ. ധർമ്മ ഏവ പരം ദൈവം, ധർമ്മ ഏവ മഹാധനം, ധർമ്മം സർവത്ര വിജയി ഭവതു ശ്രേയസേ നമഃ. ചങ്ങനാശ്ശേരി SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രഥമ ശ്രീനാരായണ ധർമ്മ വിചാര മഹായജ്ഞത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്ര ദിവ്യ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന വിഗ്രഹ ഘോഷയാത്ര തന്ത്രി മുഖ്യൻ ശ്രീ MN ഗോപാലൻ തന്ത്രികൾ കുമരകം ദീപപ്രോജ്വലനം നടത്തിക്കൊണ്ട് നാഗമ്പടത്തിന്റെ ചരിത്ര ഭൂമിയിൽ നിന്ന് ആനന്ദാശ്രമത്തിന്റെ ചരിത്രഭൂമിയിലേക്കുള്ള വിഗ്രഹ ഘോഷയാത്ര പ്രയാണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ്. ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള മുഴുവൻ സജ്ജനങ്ങളും ഗുരുദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ കുമരകം ഗോപാലൻ തന്ത്രികൾ ദീപപ്രോജ്വലന കർമ്മം നടത്തി പ്രാർത്ഥനയോടുകൂടിയിട്ട് ചങ്ങനാശ്ശേരി SNDP യൂണിയന്റെ ആരാധ്യരായിട്ടുള്ള നേതാക്കന്മാർ, യൂണിയന്റെ സെക്രട്ടറി ശ്രീ സുരേഷ് പരമേശ്വർ ഉൾപ്പെടെ നേതാക്കന്മാർ നയിക്കുന്ന ധർമ്മ വിചാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിഗ്രഹ ഘോഷയാത്ര നാഗമ്പടത്തിന്റെ ചരിത്ര ഭൂമിയിൽ നിന്ന് പ്രഥമ വിചാര സത്രം നടക്കുന്ന ആനന്ദാശ്രമത്തിന്റെ പുണ്യഭൂമിയിലേക്ക് സമാരംഭിക്കുകയാണ്. പ്രാർത്ഥനയാണ്. स्वस्ति न इन्द्रो वृद्धश्रवाः, स्वस्ति न पूषा विश्ववेदाः, स्वस्ति नस्तार्क्ष्यो अरिष्टनेमिः, स्वस्ति नो बृहस्पतिर्ददातु. ॐ शान्ति शान्ति शान्तिः. ॐ गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः, गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः. ദൈവമേ കാത്തുകൊള്ളണം, കൈവിടാതിരിക്കൂ ഞങ്ങളെ. നാമിരങ്ങേ ഭവാഭിക്ക് വരാവിധന്തോണിവ്രതം ഒന്നായി എണ്ണി ഒട്ടെണ്ണം ഒരുങ്ങിയാൽ നിന്നിടും ഋതുപോലുള്ള ഇന്ദിരസന്തമാരണം അന്നവസാരിമുണ്ടാവേ അന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാകുന്ന നീങ്ങുന്നു തന്നെ ഞങ്ങൾ പുറമ്പുരാൻ ആടിയും നിറയും വാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും മഹിമയും നീയുമെന്നുള്ളയാകണം. നീയല്ലോ സൃഷ്ടിയും സഹായതും സൃഷ്ടിക്കാരനും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും കേവല ഓതും മഹിമാനിമ്പതം ഉണർത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാനാഥരായ ജയിക്കുക ശിവാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിൻ മനസ്സ ആഴിയിൽ ഞങ്ങളാകെ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. മുമ്പായി നടക്കുന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിനായി ആദരണീയനായ ചങ്ങനാശ്ശേരി യൂണിയന്റെ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് അവരുകളെ ക്ഷണിക്കുന്നു.
വിഗ്രഹ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ലളിതമായ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യം സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി യൂണിയന്റെ സെക്രട്ടറി ശ്രീ സുരേഷ് പരമേശ്വർ അവരെ ക്ഷണിച്ചു. ബഹുമാനായ യോഗാധ്യക്ഷൻ ചങ്ങനാശ്ശേരിയുടെ ബഹുമാന പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കോനാട്ട് അവർ, ബഹുമാനായ നമ്മളുടെ ഇന്നത്തെ ഈ പദ്ധതിയുടെ പ്രകാശനം നടത്തിയ സഭാധിനായ ബ്രഹ്മശ്രീ കുമരകം ഗോപാലൻ തന്ത്രികൾ അവർ, യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ പി എം ചന്ദൻ അവർ, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയങ്കരായ സജ്ജനങ്ങളെ, സന്നിധിയോഗം ചങ്ങനാശ്ശേരി യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മത്തെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, സമൂഹത്തെ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമൊക്കെ അതീതമായി ഈ സമൂഹത്തെ മോചിപ്പിച്ച് നന്മയിലേക്ക് നയിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ശ്രീനാരായണ തൃപ്പാദങ്ങൾ ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ 100 വർഷങ്ങൾക്ക് മുമ്പ് അരുൾ ചെയ്ത ശ്രീനാരായണ ധർമ്മത്തെ ഈ ഒരു യജ്ഞത്തിലൂടെ സമ്പൂർണമായി സമർപ്പിക്കുവാനാണ് സന്നിധിയോഗം ചങ്ങനാശ്ശേരി യൂണിയൻ ആഗ്രഹിക്കുന്നത്. കർമ്മയജ്ഞവും ജ്ഞാനയജ്ഞവും ചേർന്നുകൊണ്ട് ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിച്ച് പരിണമിക്കുന്നത് വരെയുള്ള സമ്പൂർണമായ കർമ്മങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ആ യജ്ഞവേദിയിൽ ഗുരു അരുൾ ചെയ്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതെയുള്ള ധാർമ്മികമായ അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പഞ്ചകർമ്മവും പഞ്ചശുദ്ധിയും പഞ്ചമഹായജ്ഞവും തുടങ്ങിയ ഒരു മനുഷ്യൻ ആവശ്യമായ ധർമ്മത്തെ അവിടെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടുമാണ് ഈ മഹായജ്ഞം നടത്തുന്നത്. നമ്മുടെ രാജ്യം പത്മശ്രീ ബഹുമതി കൊടുത്ത് ആദരിച്ച ശരീരമഠത്തിലെ മഹാസമാധിക്ക് ശേഷമുള്ള ഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷമുള്ള ആ യതിപൂജ നടത്തുവാൻ ഭാഗ്യം സിദ്ധിച്ച വിശുദ്ധാനന്ദ സ്വാമികളാണ് ഈ മഹായജ്ഞത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ആ ആചാര്യനോടൊപ്പം വൈദിക ശ്രേഷ്ഠനായ ബ്രഹ്മശ്രീ കുമരകം ഗോപാലൻ തന്ത്രികളും നിരവധിയായ വൈദിക ശ്രേഷ്ഠന്മാരും മറ്റ് ആചാര്യന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹായജ്ഞമായി ആനന്ദാശ്രമം വേദി ഒരുങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് കോട്ടയം യൂണിയന്റെ ഈ നാഗപടം തേന്മാവിൻ ചുവട്ടിലെത്തി ഈ വിഗ്രഹ ഘോഷയാത്ര നടത്തുമ്പോൾ വളരെ ചരിത്ര പ്രസിദ്ധമായ ഈ നാഗമ്പടം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പെരുകി ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ 112 വർഷങ്ങൾക്ക് മുൻപ് വിഗ്രഹാരാധനയെ എതിർത്തുകൊണ്ട് ശ്രീനാരായണ തൃപാദങ്ങളുടെ അടുത്തെത്തിയ ആ ബോധാനന്ദ സ്വാമികൾ തന്നെ ഈ ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഈ നാഗമ്പട മഹാദേവ ക്ഷേത്രം നിലനിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. SNDP യോഗം നവപ്രസ്ഥാനം ഇന്ന് തലയുയർത്തി ലോകമെമ്പാടും പടർന്നു പന്തലിച്ചു നിൽക്കുമ്പോൾ SNDP യോഗത്തിന്റെ 108 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത തേന്മാവിൻ ചുവട്ടിലാണ് നാം നിൽക്കുന്നതെന്ന് നമുക്ക് എന്തുകൊണ്ടും അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. മഹാഗുരുവിന്റെ തൃക്കരങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത നാഗമ്പടം, അതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ അഷ്ടവിഷയങ്ങൾ അറിവിന്റെ തീർത്ഥാടനമായി പകർന്നു നൽകിയ നാഗമ്പടം തേന്മാവിൻ മുത്തശ്ശിയുടെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിരവധിയായ ചരിത്രത്തിന് തുടക്കം കുറിച്ച ഈ മണ്ണിൽ നിന്നാണ് നവചരിത്രത്തിന് തുടക്കം കുറിക്കുന്ന ഈ മഹായജ്ഞത്തിന്റെ വിഗ്രഹ ഘോഷയാത്ര നാം നടത്തുന്നത് എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഇവിടെ എത്തിച്ചേരുമ്പോൾ കോട്ടയം യൂണിയന്റെ നമ്മുടെ ശാഖയുടെ ഭാരവാഹികളും അതോടൊപ്പം തന്നെ നമ്മുടെ ടൗൺ മേഖല ഉൾപ്പെടുന്ന ചെയർമാൻ കൂടിയായ നമ്മുടെ പ്രിയങ്കരനായ ദേവരാജൻ ചേട്ടൻ, അതോടൊപ്പം തന്നെ നമ്മുടെ സജീഷ് ജി, അതോടൊപ്പം തന്നെ നമ്മുടെ മേൽശാന്തികളായ രതീഷ് ശാന്തികൾ ഉൾപ്പെടെ വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും സൈബർ സേനയുടെയും അതോടൊപ്പം തന്നെ വൈദിക യോഗത്തിന്റെയും പോഷക സംഘടനകളായ നമ്മുടെ പെൻഷനേഴ്സ് ഫോറത്തിന്റെയും എംപ്ലോയീസ് ഫോറത്തിന്റെയും ഒക്കെ അംഗങ്ങൾ ചേർന്നുകൊണ്ട് നമ്മൾ ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കൃത്യമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ ഇതിലെല്ലാം നേതൃത്വം വഹിക്കുന്ന പ്രിയങ്കരനായ യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കോനാട്ട് അവர்களാണ്. അദ്ദേഹത്തെ കൃത്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളന പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി നമ്മുടെ വാസവൻ ചേട്ടനായിരുന്നു.
മിനിസ്റ്റർക്ക് 4 മണിക്ക് കൊല്ലത്ത് പരിപാടിയിൽ എത്തിച്ചേരേണ്ടതുകൊണ്ട് 2 മണിക്ക് ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ കൊടിമര ഘോഷയാത്രയും ധർമ്മപതാക ഘോഷയാത്രയും ഒക്കെ കഴിഞ്ഞ് 3 മണിക്ക് ശേഷം ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് വാസവൻ ചേട്ടൻ പിന്നെ നമ്മുടെ യജ്ഞശാലയിൽ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ഏറെ ആദരണീയനായ നമ്മുടെ എല്ലാ കർമ്മത്തിനും നമ്മുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ബ്രഹ്മശ്രീ കുമരകം ഗോപാലൻ തന്ത്രികൾ അവരുകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഇവിടെ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ ചന്ദ്രൻ ചേട്ടൻ പ്രായത്തിന്റെ ആരോഗ്യത്തിന്റെ ഒന്നും വകവെക്കാതെ എല്ലാത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ചന്ദ്രൻ ചേട്ടനെ യോഗത്തിൽ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ ഡയറക്ടർ സജീവ് ചേട്ടന്, പ്രിയങ്കരായ കൗൺസിൽ അംഗങ്ങള്, അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം വഹിക്കാൻ നമ്മളുടെ ഈ സ്വാഗത സംഘത്തിന്റെ കൺവീനറായ രമേശ് ചേട്ടന്, ജോയിന്റ് കൺവീനേഴ്സായ ഹരിക്കുട്ടൻ ചേട്ടന്, മനോജ്, അതോടൊപ്പം തന്നെ പ്രിയങ്കരായ കൗൺസിൽ അംഗങ്ങൾ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും സൈബർ സേനയുടെ പ്രിയങ്കരായ പ്രവർത്തകർ, നമുക്കിവിടെ സ്വാഗതമരളിയ പ്രിയങ്കരായ പ്രവർത്തകർ, ശാഖയിൽ നിന്നെത്തിയിരിക്കുന്ന പ്രതിനിധികൾ, ശാഖാ ഭാരവാഹികൾ, എല്ലാവർക്കും കൃത്യമായ ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശരി, സന്ദീപ് യൂണിയനിൽ നിന്നും ഈ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് ഇവിടെ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരാൻ എത്തിച്ചേർക്കുന്ന യൂണിയന്റെ കൗൺസിൽ അംഗങ്ങൾ, ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ, അതുപോലെ തന്നെ ജോയിന്റ് കൺവീനർമാര്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ പോഷക സംഘങ്ങളുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, പ്രിയപ്പെട്ടവർ, ഇതൊരു നിയോഗമാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗുരുവിന്റെ ഭക്തരായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് ഈ ധന്യമായ ഈ പുണ്യമായ ഭൂമിയിൽ ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേരുവാനും ഇത്തരം ധന്യമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കുന്ന ഒരു മുൻജന്മ സുഹൃതമാണ്. ഒരു പുണ്യഭൂമിയിൽ നിന്നും മറ്റൊരു പുണ്യഭൂമിയിലേക്കുള്ള ഒരു വിഗ്രഹ യാത്രയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. രണ്ടും പവിത്രമായ സ്ഥലമാണ്. ഗുരുവിനാൽ അനുഗ്രഹീതമായ, ഗുരുവിന്റെ സാന്നിധ്യത്താൽ പവിത്രമായ, ഗുരുവിന്റെ സന്ദേശങ്ങളുടെയും ദർശനത്തിന്റെയും അർത്ഥവും വ്യാപ്തിയും മൂല്യവും സമഗ്രമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ധന്യഭൂമി. അവിടെ നടക്കുന്ന ഇത്തരം മഹത്തരമായ ഒരു ചടങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ അവന്റെ ജീവിത പന്ഥാവിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയേണ്ടതും പാലിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സവിസ്തരം പ്രതിപാദിക്കുന്ന ഗുരുവിന്റെ നിർദ്ദേശാനുസരണം രചിക്കപ്പെട്ടുള്ള ശ്രീനാരായണ ധർമ്മം എന്ന മഹത്തായ ഗ്രന്ഥത്തെ ആസ്പദമാക്കി കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്ന ശ്രീനാരായണ ധർമ്മ വിചാര മഹായജ്ഞം കഴിഞ്ഞ 3-4 മാസക്കാലമായി ചങ്ങനാശ്ശേരി SNDP യൂണിയന്റെ മുഴുവൻ പ്രവർത്തകരും എണ്ണയിട്ട യന്ത്രം പോലെ ആത്മാർത്ഥമായും സത്യസന്ധമായും നീതിയുക്തമായും പ്രവർത്തിച്ചതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന സുന്ദര നിമിഷങ്ങളാണ്. ഇന്ന് രാവിലെ 1349 നമ്പർ SNDP ശാഖായോഗത്തിൽ നിന്ന് സമാരംഭം കുറിച്ച കൊടിമര ഘോഷയാത്രയിൽ ഗുരുദേവന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തില് 108 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ചങ്ങനാശ്ശേരി SNDP യൂണിയന്റെ 11 ശാഖകളാണ് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളത്. അതിൽ 46 നമ്പർ കടയിനിക്കാട് ശാഖായോഗത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ച ധർമ്മപതാകയും ഇവിടെ നിന്ന് ഈ നിമിഷം സമാരംഭം കുറിക്കുവാൻ പോകുന്ന വിഗ്രഹ ഘോഷയാത്രയിൽ ഇത് മൂന്നും ഇന്ന് വൈകുന്നേരം ആനന്ദാശ്രമത്തിന്റെ പവിത്രമായ മണ്ണിൽ ഒത്തുകൂടുകയാണ്. തീർച്ചയായിട്ടും വരുന്ന 3 ദിവസം അവിടെ നടക്കുന്ന സമഗ്രമായ എല്ലാ പരിപാടികളും അവിടെ ആത്മീയപരമായ വിഷയങ്ങളും ഭൗതികപരമായ വളർച്ചയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്ന വിശ്വശാന്തി മന്ത്രം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കുടുംബാർച്ചന, അതുപോലെ തന്നെ SNDP യോഗത്തിന്റെ ചരിത്രത്തിൽ 30 വർഷക്കാലം SNDP യോഗത്തിന്റെയും SM ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ ശക്തമായ ധൈര്യപൂർവ്വമുള്ള നമ്മളുടെ നേതാവിന്റെ മുന്നോട്ടുള്ള പ്രയാണം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് SNDP ചങ്ങനാശ്ശേരി യൂണിയന്റെ സ്നേഹാദരവ് നാളെ രാവിലെ 9 മണിക്ക് അവിടെ എത്തിച്ചേർന്ന 10,000ങ്ങളെ സാക്ഷി നിർത്തി നമ്മൾ നൽകുകയാണ്. ഇവിടെയെല്ലാം ഈ ധന്യ മുഹൂർത്തത്തിനെല്ലാം സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങളുടെ ഇവിടെ കൂടിയിട്ടുള്ള കോട്ടയം SNDP പ്രത്യേകിച്ചും കോട്ടയം യൂണിയന്റെ കൺവീനർക്കും ഞങ്ങളുടെ സെക്രട്ടറി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യം അവിടെ ഉണ്ടാവേണ്ടത് ഒരു കാലത്തിന്റെ നിയോഗമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സമ്പൂർണമായ സാന്നിധ്യവും സഹകരണവും അവിടെ ഉണ്ടാവണം. ഈ 3 ദിവസവും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹോഷ്മളമായ സാന്നിധ്യം അവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം.
അനുമതി നൽകി. നാം ഇത്രയും നേരം പറഞ്ഞതെല്ലാം രീതികൾ മാത്രമാണ്. രീതി ഒരിക്കലും ലക്ഷ്യമാകുന്നില്ല. എന്ന് കർമ്മം ചെയ്യുമ്പോഴും കൃത്യമായ ലക്ഷ്യമുണ്ടാവണം, ഉദ്ദേശമുണ്ടാവണം. 1928 ജനുവരി മാസം 16-ാം തീയതി ഈ മണ്ണിലിരുന്ന് ഏതാണ്ട് ഇതേ സമയത്ത് ചാരികസേരയിരുന്ന മഹാഗുരു ലോകത്തോട് പറഞ്ഞത് പ്രവൃത്തിയാണ് മുഖ്യമെന്നുള്ളതാണ്. ശ്രീനാരായണ ധർമ്മത്തിന്റെ വാക്കുകൾ ഭഗവാന്റെ തിരുവായ്മൊഴിയിൽ നിന്ന് പകർത്തി എഴുതിയിട്ട് 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ അത് നമ്മുടെ പുസ്തകത്താളുകൾ ഒതുക്കേണ്ടതല്ല എന്നും നമ്മുടെ എല്ലാം ജീവിതക്രമത്തിന്റെ ഭാഗമായി മാറണമെന്നുള്ള സദ്ദേശമാണ് ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന പ്രഥമ ധർമ്മവിചാരയജ്ഞത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ ആ ലക്ഷ്യത്തിന് ഈ ചരിത്രഭൂമിയിലേക്ക് നാം എല്ലാം സംഗമിക്കുമ്പോൾ ഓർക്കുക, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട 108 ശാഖകൾക്ക് ഭഗവാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഹൃദയമാനസ പുഷ്പം ടി.കെ. മാധവനിൽ നിന്ന് പ്രോജ്വലിക്കുന്നത് ആനന്ദാശ്രമത്തിന്റെ മണ്ണിൽ നിന്നുമായിരുന്നു. അപ്പോൾ കാലത്തിന്റെ നിയതിയിലുള്ള ഒരു പുതിയ ചരിത്ര സംഗമമാണ് വിഗ്രഹഘോഷയാത്ര. ഈ മണ്ണിൽ നിന്ന് പ്രോജ്വലിക്കപ്പെടുമ്പോൾ അത് ഒരു ചരിത്ര നിയോഗമാണ്, കാലത്തിന്റെ പുനരവതാരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അത്ര വലിയ കനമുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയ്ക്ക് എന്ന് പറയുന്നത്. ഈ വിഗ്രഹം വഹിച്ചുകൊണ്ട് പോകുമ്പോ ടി.കെ. മാധവന്റെ സാന്നിധ്യം ഈ മണ്ണിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും നമ്മുടെ മഹത്തായിട്ടുള്ള ജന്യന്മാരായിട്ടുള്ള നമ്മുടെ സ്വാമി ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യ മുഖ്യന്മാർ അവരെല്ലാവരുടെയും സാന്നിധ്യം കൂടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ തേന്മാവിന്റെ ചുവട്ടിൽ നിന്ന് മഹാത്മജി ഉദ്ഘാടനം ചെയ്ത ആനന്ദാശ്രമത്തിലേക്ക് പോകുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിൽ നമുക്കെല്ലാം പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നുള്ളതും ഇങ്ങനെ ഒരു മാനസ പുഷ്പമായ സംഘാടനത്വം ശ്രീ ഗിരീഷ് കോർണാട്ടിന്റെയും സുരേഷ് പരമേശ്വരന്റെയും ചന്ദ്രൻ സാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായി എന്നുള്ളത് കാലത്തിന്റെ നിയോഗമാണ്, ഗുരുവിന്റെ വാണിയാണ്, അനുജ്ഞയാണ്. അതിന് നമുക്കെല്ലാം സാക്ഷിയാകാൻ കഴിഞ്ഞു. കാരണം ഇവിടെ നിങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ കോട്ടയംകാർ സജ്ജമായി നിൽക്കുകയാണ്. ശ്രീ ദേവരാജന്റെ നേതൃത്വത്തിൽ ടൗൺ മേഖലയുടെ ആളുകൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. സൈജു മറിയപ്പള്ളിയുടെ നേതൃത്വത്തിൽ മറിയപ്പള്ളിയിൽ സംഘാടകർ പള്ളത്ത് സംഘാടകർ തയ്യാറായി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് നാടിന്റെ ഉത്സവമാണ്. നാടും നഗരവും ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്, നാട്ടിൽ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് ചങ്ങനാശ്ശേരി നടത്തുന്ന ഈ പ്രഥമ വിചാരസത്രം. 140ഓളം വരുന്ന SNDP യൂണിയനുകൾക്കെല്ലാം പുതിയൊരു ആവേശവും വഴിത്താരിയും നൽകും ഈ ചരിത്ര യാത്ര എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാ മംഗള ആശംസകളും ഹൃദയം നിറഞ്ഞ് കോട്ടയം SNDP യൂണിയന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്തേ, ധർമ്മം ജയിക്കട്ടെ. ശ്രീ ഗുരുഭ്യോ നമഃ സഭാപതിഭ്യശ്ച. ഈ മഹത്തായ സംരംഭം തീർച്ചയായിട്ടും ഉത്പാദങ്ങളുടെ ഏറ്റവും പുണ്യമായ പാദഭൂമി പതിഞ്ഞ ഈ മണ്ണിൽ നിന്ന് തുടക്കം കുറിക്കുമ്പോൾ എന്താണോ ചങ്ങനാശ്ശേരിയിലെ ശ്രീനാരായണ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മഹത്തുക്കൾ ആഗ്രഹിച്ചത്, അതിന്റെ പരിപൂർണതയിൽ നമ്മുടെ സമാജത്തിന് ഈ ധർമ്മത്തെക്കുറിച്ച് അവരുടെ ആ ഹൃദയങ്ങളിലേക്ക് ത്രിപാദങ്ങളുടെ ആശയങ്ങൾ എത്തിക്കുവാൻ അശ്രാന്തം പരിശ്രമിക്കുന്ന ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കഷ്ടപ്പാടുകൾ അനവധി മുന്നിൽ ഉണ്ടായിട്ടും അതിലേക്ക് മറികടന്നുകൊണ്ട് ഈ മഹത്തായിരിക്കുന്ന ധർമ്മ സന്ദേശത്തെ ഈ ലോകത്തെ ആകമാനം തന്നെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഇതിന്റെ ഓരോ പ്രവർത്തകർക്കും ത്രിപാദങ്ങളുടെ പൂർണ്ണമായിരിക്കുന്ന കൃപയും അനുഗ്രഹവും ഉണ്ടാകും. ഇതിന്റെ അനുഗ്രഹം ഈ ദേശത്തും ആകമാനം തന്നെ അതിന്റെ പ്രകാശപൂരിതമായി ആ ധർമ്മം പ്രകാശിച്ച് ഈ സമാജത്തിന് തന്നെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന അനുഗ്രഹമായി മാറും എന്നുള്ളത് തീർച്ചയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ത്രിപാദങ്ങളുടെയും നാഗമ്പടത്തെ ശിവപെരുമാളിന്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഉണ്ടാകും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മ വിചാരംഭ യജ്ഞത്തിന്റെ ഘോഷയാത്രയും യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കോണാറിന്റെ നേതൃത്വത്തിന്റെ ചുമതലയിൽ കടയിക്കാട് SNDP ശാഖയിൽ നിന്ന് വന്ന പതാക ഘോഷയാത്രയും ഇന്നിവിടെ നിന്ന് ഗോപാലൻ തന്ത്രികളാൽ ആനന്ദാശ്രമം മണ്ണിലെത്തുമ്പോൾ അവരെ നേതൃത്വങ്ങളെ പിരിയുന്നില്ല. തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ കൃതിയായ ശ്രീനാരായണ ധർമ്മ യജ്ഞമാണ് നടക്കുന്നത്. തീർച്ചയായും ഒരു മനുഷ്യൻ അവരെങ്ങനെ ജീവിക്കണം, അവന്റെ ജീവിതം എങ്ങനെയാകണം,
നാം ഏത് തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചെയ്തു കൊടുത്തിട്ടുള്ള പ്രകടനമാണ് നടത്തിയത്. തീർച്ചയായിട്ടും ഈ സമ്മേളനം വളരെ പ്രത്യേകതയാണ്. ഇതിന്റെ കാര്യം ആർക്കും പ്രത്യേകർക്ക് ആർക്കും തന്ത്രി ദീപ പ്രവചന കർമ്മം നടത്തുകയാണ്. പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രീനാരായണ ഗുരുദേവ പാദങ്ങളുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ശ്രീനാരായണ ഗുരുധർമ്മ പ്രചാരണത്തിന്റെ കേന്ദ്രമായിരുന്ന ചങ്ങനാശ്ശേരിയാണ് പ്രതിഷ്ഠിക്കുവാനുള്ള ക്ഷേത്രാലയത്തിലേക്ക് പുറപ്പെടുകയാണ്.